ഇനി അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർക്ക് ദാരുണാന്ത്യം എന്നുള്ള വാർത്ത കൂടി വരികയാണ്. ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. രാവിലെയായിരുന്നു സംഭവം. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായുണ്ട്. ആദിത്യൻ, വളരെ ദുഃഖകരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള വാർത്തയാണ് രാവിലെ തന്നെ നൽകേണ്ടി വരുന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? അക്ഷയ, ഇന്ന് പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ അപകടം അങ്കമാലിയിൽ സംഭവിക്കുന്നത്. അങ്കമാലി പറക്കുളം എന്ന ഭാഗത്താണ് ഈ അപകടം. ഒരു വീട്ടിലെ 4 പേരാണ് തീപിടുത്തത്തെ തുടർന്ന് ദാരുണമായി കൊല്ലപ്പെട്ടത്. എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഈ പറക്കുളത്തെ ഈ വീട്ടിൽ തീ പിടിക്കുകയും നാട്ടുകാരൊക്കെ ഓടിക്കൂടി തീ കെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. അങ്ങനെ ഒടുവിൽ അഗ്നിശമന സേനയെ വിളിച്ച് അവരും എത്തി തീ അണയ്ക്കുകയായിരുന്നു. വീടിന് നല്ല രീതിയിൽ തീ പിടിക്കുന്ന രീതിയിൽ വലിയൊരു തീപിടുത്തം തന്നെയായിരുന്നു. പറക്കുളം സ്വദേശിയായ ബിനീഷ്, ഭാര്യ അനു, അവരുടെ 2 മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണപ്പെട്ടത്. എങ്ങനെയാണ് ഇതിന്റെ തീ പിടിച്ചതെന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇവർ ഒരു വീടിന് തീ പിടിച്ച് 4 പേർ മരണപ്പെട്ടു എന്നത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്, സങ്കടകരമായ വാർത്തയാണ്. ഒരു കുടുംബത്തിലെ 4 പേരാണ് വെന്തു മരിച്ചത്. അക്ഷയ, അതിനിപ്പോൾ അങ്കമാലിയിലേക്കുള്ള സംഭവ സ്ഥലത്തേക്കുള്ള യാത്രയിലാണോ? അതെ അക്ഷയ, അവിടേക്ക് പോവുകയാണ്. ശരി, അതിനുശേഷം നമുക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അങ്കമാലിയിലാണ് രാവിലെ തന്നെ നമ്മളെയൊക്കെ കണ്ണീരണിയിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു വീട്ടിന് തീപിടിച്ച് 4 പേർ മരിച്ചിരിക്കുന്നു. ബിനീഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അനു, 2 മക്കൾ ഇവരാണ് മരിച്ചത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? അപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.